ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് നമുക്ക് ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ്, പക്ഷേ എല്ലാ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ള, എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ്. മിക്കവാറും എല്ലാ സാധനങ്ങളും തന്നെ ഒറ്റ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടും നമ്മൾക്ക്. അത് ടൗണിനെ ബേസ് ചെയ്ത് മാറിയിരിക്കും കേട്ടോ. ഒരുപാട് ടൗണിലാണെങ്കിൽ വില കൂടുതലായിരിക്കും. ഇപ്പോൾ പാല് കാര്യങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ അതൊക്കെ സെയിം ആയിരിക്കും. അല്ലാതുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടൗൺ, മെട്രോപൊളിറ്റിക് സിറ്റി അങ്ങനെയുള്ളവിടെ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് റേറ്റ് കൂടുതലായിരിക്കും. പാൽ തന്നെ 2-3 ടൈപ്പ് പാല് വരുന്നുണ്ട്. ലോ ഫാറ്റ് പാല് വരുന്നുണ്ട്, ഹൈ ഫാറ്റ് പാല് വരുന്നുണ്ട്, പിന്നെ ഡബിൾ ക്രീം പറഞ്ഞിട്ട് വരുന്നുണ്ട്. അത് 1.5 ലിറ്റർ, 2 ലിറ്റർ, 1 ലിറ്റർ അങ്ങനെ പല ടൈപ്പിലുള്ള പാലുകളും നമുക്ക് കിട്ടും കേട്ടോ ഇവിടെ. ഇതൊക്കെ ഈ ചോക്ലേറ്റുകൾ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളതൊക്കെയാണ്. ഇവിടുത്തെ ഒരു ന്യൂട്ടനുള്ള ചെറിയൊരു ബോട്ടിലാണ് കേട്ടോ. ചോക്ലേറ്റുകളെല്ലാം ഒരു സെക്ഷൻ, അങ്ങനെ ഓരോരോ സെക്ഷനാക്കിയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. 2 റിയാൽ, 2.100 ചോക്ലേറ്റിൻ്റെ റേറ്റ് വരുന്നത്. ഇത് പിന്നെ കുട്ടികൾക്കും ലേഡീസിനുള്ള അങ്ങനത്തെ പാഡുകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഹാൻഡ് വാഷ്, ടോയ്ലറ്റിൻ്റെ അങ്ങനെയുള്ള എല്ലാം അവിടെ ആ സെക്ഷനിൽ തന്നെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഡ്രിങ്ക്സ്, വെള്ളം കളിക്കാനുള്ള പൊടിയും സ്ക്വാഷും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ചിക്കൻ നഗറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കിട്ടും. ഈ ഓഫറുള്ളതൊക്കെ നമുക്ക് ഇവർ സെപ്പറേറ്റ് മാറ്റി വയ്ക്കും പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ സാധനങ്ങളൊക്കെ ഓഫറാണ്, സാധാരണ കൊടുക്കുന്നതിനെക്കാട്ടും വില കുറഞ്ഞിട്ടായിരിക്കും ഈ സാധനങ്ങളെല്ലാം കൊടുക്കുക. ഇത് പാലിലെ നമ്മൾ ലോങ് ലൈഫ് കിട്ടുന്ന പാലാണ് കേട്ടോ. പക്ഷേ ടേസ്റ്റ് വ്യത്യാസം വരും. നമ്മളെങ്ങോട്ടും യാത്രയൊക്കെ പോവുകയാണെങ്കിൽ വാങ്ങിച്ച് വയ്ക്കാം, അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് സ്ഥിരം വീട്ടിലൊന്നും ഉപയോഗിക്കാൻ അത് പറ്റില്ല. അതിന് ഭയങ്കര ടേസ്റ്റിൻ്റെ വ്യത്യാസം വരും. ഇത് അതുപോലെ തന്നെ പാൽപ്പൊടികളാണ്. നമ്മൾ മാക്സിമം ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് വലുത് വാങ്ങിക്കായിരിക്കും ലാഭം. കാരണം ചെറുത് വാങ്ങിക്കുന്നതിന് 2 റിയാലൊക്കെ ആണെങ്കിൽ ഒരു 5-6 കിലോ ഒക്കെ വരുന്നതൊക്കെ ചിലപ്പോൾ ഒരു 4 റിയാൽ, 4.5 റിയാലിനൊക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇവിടെ പ്രൈസ് തന്നെ എഴുതിയിരിക്കും 5 റിയാൽ. ചിലപ്പോൾ അതിൻ്റെ ചെറിയ പാക്കിനൊക്കെ 1 കിലോൻ്റെതിനൊക്കെ ചിലപ്പോൾ 2 റിയാൽ കൊടുക്കേണ്ടി വരും. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാക്കാണ്. ഞാനൊന്നും വാങ്ങലില്ല, ഞാൻ പാലാണ് കൂടുതലും വാങ്ങിക്കാറ്. ഇതുപോലെ പിന്നെ കിച്ചൺ, ടോയ്ലറ്റ് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. പുതുതായിട്ട് വരുന്നവർക്കൊക്കെ ഒരു അറിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറഞ്ഞു തരുന്നത്. പുതുതായിട്ട് വരുന്നവർ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് എങ്ങനെയാണെന്നും കാണാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകുമല്ലോ. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നാട്ടിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും വ്യത്യാസം വരും. വില വ്യത്യാസം നമുക്ക് കമ്പയർ ചെയ്യണോ അല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് തോന്നും ചില സാധനങ്ങളൊക്കെ. ഹാൻഡ് വാഷ്, നമ്മൾ ലിക്വിഡ് അങ്ങനെയുള്ളതൊക്കെ ഞാൻ വാങ്ങിക്കുമ്പോൾ സമയത്ത് 5 ലിറ്ററിൻ്റെ ക്യാനായിട്ട് വാങ്ങിക്കുക. അതാകുന്ന സമയത്ത് നമുക്ക് വില കുറഞ്ഞ് കിട്ടും. ഇത് പിന്നെ ഓയിലുകൾ, കുക്കിംഗ് ഓയിൽ അങ്ങനെയുള്ള ഓയിലുകളൊക്കെയാണ് ഇവിടെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് അരിയുടെ ഒരു സെക്ഷനാണ്. 2 സെക്ഷൻ ഉണ്ട് ഇവിടെ അരിയുടെ. നമ്മുടെ നാട്ടിലെ അരിയൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടോ. ഇത് പാകിസ്ഥാനി അരി, ഇറാഖിൽ നിന്ന് വരുന്ന അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഗോതമ്പ് മാവ്, ഇതൊരു മാവിൻ്റെ സെക്ഷനാണ്. പൊടികൾ, ഈ ഹോട്ടലുകാരൊക്കെ ഇവിടെ വന്നിട്ടാണ് ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോവുക. 5 കിലോൻ്റെ, 2 കിലോൻ്റെ, 1 കിലോൻ്റെ അങ്ങനെയൊക്കെ ഗോതമ്പ് മാവ് ഇവിടെ കിട്ടുന്നുണ്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതിന് ചെറിയ വ്യത്യാസമുണ്ട്. നാട്ടിലേ ഉണ്ടാവും, നാട്ടിലേ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ബിരിയാണി അരി, ഇവിടുത്തെ അരികളാണ്. പാകിസ്ഥാനും കുറേ അരികളൊക്കെ ഇവിടെ കയറ്റുമതി ചെയ്യുന്നുണ്ട് കേട്ടോ. പാകിസ്ഥാനിൽ നിന്ന് കുറേ അരികൾ കൊണ്ട് വരുന്നുണ്ട്. ഇതൊക്കെ പിന്നെ പയറുവർഗ്ഗങ്ങളാണ്. കടല, വൻപയർ, ചെറുപയർ അങ്ങനെയുള്ള പയറുവർഗ്ഗങ്ങളാണ് ഈ സെക്ഷനിൽ അവർ അടുക്കി വെച്ചിരിക്കുന്നത്. മാക്സിമം ടൗണിൽ നിന്ന് വാങ്ങുന്നതിനും കാട്ടിയിട്ട് ഉള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ടൗണിൽ നിന്ന് ഒരുപാട് വിട്ടുമാറിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ
അവിടെ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ലാഭം. അവിടെയാണെങ്കിൽ റൂം ഇപ്പോൾ ടൗണിൽ പോവുകയാണ്, അവിടെ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ലത് സ്വന്തം ഏരിയ എവിടെയാണോ അവിടെ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ലാഭം. കാരണം വില വ്യത്യാസം വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോഴിമുട്ടയ്ക്ക് ഒരു 30 ടൗണിലൊരു 2,200 അങ്ങനെയൊക്കെയാണ് റേറ്റ്. പക്ഷേ ഇത് ഈ ഷോപ്പിൽ വരുമ്പോൾ എന്ന സമയത്ത് നമുക്ക് 1,900 ഈ 30 കോഴിമുട്ട നമുക്ക് കിട്ടും. ഇത് പുട്ടുപൊടി, അങ്ങനെ മസാലയുടെ പാക്കറ്റ്, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും. മിക്കവാറും എല്ലാം ഇന്ത്യൻ മേക്ക് കാണട്ടോ. ഈ പൊടി ഐറ്റങ്ങൾ കൂടുതലും വരുന്നത് ഇന്ത്യൻ മേക്കൊക്കെയാണ് കൂടുതലും കണ്ടിരിക്കുന്നത്. ഇതൊക്കെ പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു സെക്ഷനാണ്. കുട്ടികൾക്കുള്ള ചോക്ലേറ്റ്, വലിയവർക്ക് അങ്ങനെയുള്ള ചോക്ലേറ്റിൻ്റെ ഐറ്റമാണ് കേട്ടോ. ബിസ്ക്കറ്റുകൾ, നമ്മുടെ നാട്ടിലെ ബിസ്ക്കറ്റുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇത് പിന്നെ ലെയ്സ് പോലത്തെയുള്ള അങ്ങനത്തെ കമ്പനികളുടെ കുറേ ചിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വലിയ വലിയ പാക്കാണ്. അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പാക്കുകളുണ്ടാവും. 10 എണ്ണം 12 എണ്ണം അങ്ങനെയൊക്കെ ആയിരിക്കും ഓഫർ പോലെ കൊടുത്തിരിക്കുന്നത്. ഇതിന് നട്ട്സിൻ്റെയും അങ്ങനത്തെ ഉള്ള അണ്ടിപ്പരിപ്പ്, ബദാം അങ്ങനെയുള്ള മിക്സ് ചെയ്ത ഉണക്ക മുന്തിരിങ്ങ അങ്ങനെയുള്ളതൊക്കെ മിക്സ് ചെയ്തിട്ടും സെപ്പറേറ്റും ഒക്കെ ആയിട്ടുള്ളതാണ്. പിന്നെ അരിയുടെ വേറെ ഒരു സെക്ഷനാണ് കേട്ടോ. റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 25 റിയാലിന് 12 റിയാലൊക്കെയാണ് തോന്നുന്നത് കിലോ, അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ അരിയല്ല, പാകിസ്ഥാനി അങ്ങനെയുള്ള അരികളാണ് ഇവിടുത്തെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ബിരിയാണി വയ്ക്കാനും അങ്ങനെയുള്ളതൊക്കെ. ഇതൊക്കെ കേക്ക് അങ്ങനെയുള്ള സെക്ഷനാണ് കേട്ടോ. ഇങ്ങനെയുള്ള മിക്കവാറും നമ്മൾ ഓഫർ നോക്കിയിട്ട് വേണം അത് എടുക്കാൻ. ഇത് പിന്നെ വെള്ളം നമുക്കിപ്പോൾ താഴെ വെച്ചിരിക്കുന്നത് നമുക്ക് ബോട്ടിൽ തിരിച്ചു കൊടുക്കണ്ട, പൈസ കുറവായിരിക്കും. പക്ഷേ ഇത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എക്സ്ചേഞ്ച് വാട്ടർ എന്നാണ്. അപ്പോൾ അതായത് നമ്മൾ ബോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് വേറെ ബോട്ടിൽ വെള്ളം തരും. അല്ലെങ്കിൽ നമ്മൾ ബോട്ടിൽ വാങ്ങിക്കുന്ന സമയത്ത് 3 റിയാൽ ഇങ്ങനെ കൊടുക്കണം. നേരെ മറിച്ച് നമ്മൾ വണ്ടിയിലിപ്പോൾ ഈ വണ്ടിയിൽ വിളിച്ച് പറഞ്ഞിട്ട് വീട്ടിലോട്ട് കൊണ്ടുതരുന്നതൊക്കെ നമുക്ക് 700 പൈസ അങ്ങനെ വരുള്ളൂ. കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് 800 പൈസ വരും. ബെറ്റർ നമുക്കൊരു നിങ്ങളിവിടെ വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബെറ്റർ നമുക്ക് ഒരു ഫിൽറ്റർ വാങ്ങി സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതാകുമ്പോൾ ഒരു 35-40 റിയാലിന് സെറ്റ് ചെയ്ത് തരും. പിന്നെ നമുക്ക് കുടിവെള്ളത്തിനെ കുറിച്ച് നോക്കേണ്ട കാര്യമില്ല. ഇത് മിക്സ്ചർ അങ്ങനെയുള്ള സ്നാക്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഐറ്റങ്ങളാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇന്ത്യനാണ്. കുറേ സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അതുപോലെ പപ്പടം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഗുരുവായൂർ, തൃശ്ശൂർ ആ ഭാഗത്തു നിന്നൊക്കെയാണ് കൂടുതലും കണ്ടിരിക്കുന്നത്. പാൽ തന്നെ ഒരു 1, 2, 3, 4 കമ്പനികളൊക്കെ ഉണ്ടാവും കേട്ടോ. അതിൽ കൂടുതലുണ്ടാവും. ഇവിടെ ഞാൻ കാണാറുള്ള സെയിം 3-4 കമ്പനികളാണ്. അതുപോലെ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. 5+1 5 എണ്ണം വാങ്ങുന്ന സമയത്ത് 1 ഫ്രീ അങ്ങനെയുള്ള ഓഫറുകളുണ്ട്. ചിലപ്പോൾ ഒരു ജ്യൂസ് വാങ്ങുന്ന സമയത്ത് ഒരു ജ്യൂസ് ഫ്രീ അങ്ങനെയുള്ള ഓഫറുകളും കാണും. നമ്മൾ ചിലപ്പോൾ ഒരു ഷോപ്പിൽ ഉണ്ടാവില്ല, വേറെ ഒരു ഷോപ്പിൽ അങ്ങനെ ഓഫർ ഉണ്ടാകും. അത് പിന്നെ ചീസ് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ഒരു പാലിൻ്റെ വേറൊരു കമ്പനിയാണ്. പാല്, തൈര് അങ്ങനെയുള്ളതൊക്കെയാണ്. അതായത് ഇതിൽ യോഗട്ട്, ഇത് മറ്റേ നമ്മൾ ഫോർട്സിൻ്റെ ഇതൊക്കെയാണ്, എന്താണ് പച്ചക്കടല അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ. ഇത് ചോളത്തിൻ്റെ ഒരു ഇതാണ്, പച്ചയായിരിക്കും. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെയുള്ളതെല്ലാം. ഇതിനൊക്കെ ഇത് വലിയ വില കാണുന്നില്ല, കാരണം അത് വലിയ പാക്കിനൊക്കെ ചെറിയ എമൗണ്ട് വരുന്നുള്ളൂ. ഇത് ബീഫിൻ്റെ ബീഫും ചിക്കനും ഒക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ റോള് ചെയ്താൽ കിട്ടുന്നുണ്ടോ. പിന്നെ ചിക്കൻ നഗറ്റ്സ് അങ്ങനെയുള്ളതൊക്കെ, ഇതൊക്കെ കൂടുതലായിട്ടും ഇവിടെ കാണും. നമുക്ക് കൂടുതലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതിപ്പോൾ ഒന്ന് വാങ്ങുന്ന സമയത്ത് ഒന്ന് ഫ്രീ ആണ് കണ്ടോ. ഞാനൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നോക്കിയിട്ട് വാങ്ങിക്കുള്ളൂ. ഒരെണ്ണത്തിന് ചിലപ്പോൾ സെയിം 2 റിയാൽ കൊടുക്കുന്ന അവിടെ, അല്ലെങ്കിൽ 1 റിയാൽ കൊടുക്കുന്ന അവിടെ 2 എണ്ണത്തിന് 1 റിയാൽ കൊടുത്താൽ അങ്ങനത്തെയൊക്കെ ഓഫറൊക്കെ വരും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളൂ. അത് ഉഴുന്നാണ്.
നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടും വ്യത്യാസം വരും. പിന്നെ തൊലിയുള്ള ഇതൊക്കെ കിട്ടും, അത് പിന്നെ ഈ ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെയൊക്കെ പോകേണ്ടി വരും. കടുക്, നാട്ടിലുമായിട്ട് നമുക്ക് കമ്പയർ ഒന്നും പറ്റില്ല കേട്ടോ. നാട്ടിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വലിയ വ്യത്യാസം വരും, റേറ്റ് കൂടുതൽ വരും. പക്ഷേ ഇവിടെ ആയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നുള്ള രീതിയിലൊക്കെ ഉണ്ടാവും. ഇത് അരിയുടെ വേറെ ഒരു സെക്ഷനാണ്. എന്താണ് കോട്ടയ്ക്കലിൻ്റെ പാലക്കാടൻ മട്ട റൈസ് ഉണ്ട്, അങ്ങനത്തെ ഒരു ഇതാണ്. അത് വലിയ പാക്കറ്റാണ്, ചെറുതൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു വലിയൊരു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ, അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന സ്ഥലത്തോട് ചേർന്നിട്ടുള്ള ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ലാഭം. അവിടെ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി എന്തായാലും റേറ്റ് വ്യത്യാസം എന്തായാലും വരും, കുറവായിരിക്കും ഇങ്ങനെയുള്ള ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ. ഇതൊക്കെ അരിയുടെ ഒരു സെക്ഷനാണ് കേട്ടോ. ഇഡ്ഡലി അരി, ദോശ, അങ്ങനെയുള്ള പത്തിരി, അങ്ങനെയുള്ള അരികളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജിയോ പറഞ്ഞൊരു കമ്പനിയുടെ അരിയൊക്കെ ഉണ്ട്, അതൊക്കെയാണ് ഞാൻ സാധാരണ ഈ ഇഡ്ഡലി, നമ്മുടെ റിലയൻസിൻ്റെ തന്നെ, അവരുടെ തന്നെ ജിയോ പറഞ്ഞൊരു കമ്പനി ഉണ്ട് ദോശയ്ക്കും മാവിന് ഇഡ്ഡലിക്കൊക്കെ, അതൊക്കെയാണ് ഞാൻ സാധാരണ വാങ്ങിക്കാറ്. ഇതും പൊടിയുടെ ഒരു സെക്ഷനാണ്, ഗോതമ്പ്, ആട്ട, അങ്ങനെയുള്ള അരിപ്പൊടി, അങ്ങനെയുള്ളതൊക്കെ ഒരു സെക്ഷനാണ് കേട്ടോ. അത് ഓയിൽ, കുക്കിംഗ് ഓയിലാണ്. കുക്കിംഗ് ഓയിലും അതേപോലെ ഓഫർ ഉണ്ടാവും കേട്ടോ. 2 ലിറ്റർ വാങ്ങുന്ന സമയത്ത് 1 ലിറ്റർ ഫ്രീ, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓഫറുള്ളവർ പ്രത്യേകം മെൻഷൻ ചെയ്ത് വെക്കും. ഇത് പിന്നെ കുട്ടികളുടെ പാഡ് കാര്യങ്ങളൊക്കെയാണ്, അതിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. കുട്ടികളുടെ അതിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റും ചെറിയ രീതിയിൽ പച്ചക്കറിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഫ്രഷ് കാര്യങ്ങളൊക്കെ കുറച്ച് ഇതാക്കി ആയിരിക്കും. എന്താണ് നെല്ലിക്ക, നമ്മുടെ നാട്ടിലെ നെല്ലിക്കയാണ്, 1 റിയാൽ. അതുപോലെ മാങ്ങ, ചിലതിനൊക്കെ നല്ല റേറ്റ് കുറവായിരിക്കും, ചിലതിന് കൂടുതലായിരിക്കും. എവിടെ പോയാലും പിന്നെ ജ്യൂസ് നിറയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.